ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നടിപ്പിൻ നായകൻ, ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ സൂര്യയുടെ ഒരു ഗംഭീര ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മള് ഇന്നലെ മുതലേ കേട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കായിരുന്നു. നമുക്ക് എന്തായാലും അത് ചെയ്തേക്കാം. പവർ പാക്ഡ് ഐറ്റം നമുക്കൊന്ന് കണ്ടോക്കാം എന്തായാലും. എവിടെയോ നല്ല അനുഷ്കരിക്കുന്നു. സ്റ്റെപ്പ് ഉണ്ടോ? ഈ സീനാണ് എനിക്ക് സിംഗത്തിലെ സോങ് അതല്ല, സിംഗത്തിലെ സോങ് പോലെ ഉണ്ടായിരുന്നു. എവിടെയാ അനുഷ്കനെ കട്ടില്ല നല്ല. ഞാൻ നേരത്തെ എല്ലാ പാട്ടും ഫെസ്റ്റിവലിനോടും ശിവകാർത്തികനാണ് പെൺകൊച്ചു നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഗീതാരാന്തി സ്റ്റെപ്പൊക്കെ ഇട്ട് മാസാക്കുന്നുണ്ട്. ജിഞ്ചർ എടുപ്പാ, ഇഞ്ചി ഇടുപ്പ്. സിംഗം പോവാ. നല്ലൊരു ഓളുണ്ട്. ഡാൻസ് ഡാൻസും കൂടാണ്. പാട്ട് ഒരു രക്ഷയില്ല. കൊറേ നാൾക്ക് ശേഷം നമുക്ക് നമ്മുടെ പണ്ടത്തെ ഒരു സൂര്യനൊക്കെ അത് കാണാൻ പറ്റി. ഈ പാട്ടിനകത്ത് ഫുൾ കളർഫുൾ, എനർജറ്റിക് ആയിട്ടുള്ള സൂര്യ. അതായത് നമ്മള് കുറെ കളർഫുൾ ആയിട്ടുള്ള പടങ്ങളിൽ അഭിനയിക്കുന്ന സൂര്യ. ഒരു ദിവാലി മൂഡ് പോലെ ഉണ്ടായിരുന്നു. ദിവാലിയും ഹോളിയും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു അവസ്ഥ പോലെ വെളിച്ചൊക്കെ ആയിട്ട് ഗംഭീരം. കഴിഞ്ഞ രണ്ട് മൂന്ന് സിനിമയൊക്കെ സൂര്യപുത്ര ആയാലും അല്ലെങ്കിൽ ജയ്ബീം ആയാലും കുറച്ച് സീരിയസ് പടങ്ങളാണ് ചെയ്തേക്കണം. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനത്തെ പാട്ടൊന്നും കുത്തിക്കറ്റാൻ പറ്റില്ല. സോ ഈ പാട്ട് വരുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ട് ഇതൊരു ഫെസ്റ്റിവൽ മൂഡില് ആ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും പാട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ഡീമിന്റെ മ്യൂസിക് ആണ്. അപ്പോൾ അറിയാലോ നമ്മള് വിശ്വാസമൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു അടിച്ചുപൊളി പാട്ടിന് നന്നായിട്ട് വിഷ്വല് നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിങ്ങനെ വായി തന്നെ വരുന്നുണ്ട് പാട്ട്, ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ഇങ്ങനെ
അത് സുമ്മാ അത് ആ ഒരു വരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ പടത്തിലെന്ന് പറയണത് സൂര്യനെ കാണുമ്പോ പുള്ളിക്കാരൻ 46 വയസ്സായി അല്ലേ, പക്ഷെ എന്നിട്ട് അത്രയും ഒരു 25-26 അല്ലെ, അതിൽ കൂടുതൽ പോവില്ല കാണുമ്പോ. എന്നാലും എങ്ങനെയല്ല മെയിൻറ്റെയിൻ. അതുപോലെ നായികയായിട്ട് ഭയങ്കരമായിട്ട് മാച്ചിങ്, ഒടുക്കത്തെ മാച്ചിങ്. നായിക ചെറുതാണ്, എത്ര 26 വയസ്സോ എന്തോ ഉള്ളൂ. പക്ഷെ രണ്ടുപേരും കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത്രയും ഇതൊക്കെ ഉണ്ടെന്ന്. പക്ക കെമിസ്ട്രി. നമ്മള് പണ്ട് മറ്റേ സിംഗത്തിലൊക്കെ കണ്ടില്ലായിരുന്നു, സൂര്യ അനുഷ്ക ഒരു ജോഡി. ആ ഒരു ജോഡി പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു ക്യൂട്ട്നെസ്, എന്താ പറയാ, രണ്ടുപേരും ആ ഒരു നല്ല ജോഡി. പിന്നെ ആണെങ്കിൽ അതിനകത്ത് കളിക്കുമ്പോഴൊക്കെ പെണ്ണിനെ കാണുമ്പോ ഒരു ക്യൂട്ട് പോലെ ഉണ്ട്, ഒരു ഡോൾ പോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അല്ലേ. പ്രിയങ്ക എന്ന് തോന്നുന്നു പേരല്ലേ, പ്രിയങ്ക മോഹൻ. നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ പാട്ടിൻ്റെത് വിഷ്വലൈസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മള് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വലിയ വീഡിയോ കണ്ട വന്നാലേ തിയേറ്ററിൽ വന്ന് എന്തായിരിക്കും എല്ലാരും ചിലപ്പോ സ്ക്രീനിൽ അവിടെ പോയിട്ട് തന്നെ ഡാൻസ് കളിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അത്രയ്ക്ക് ഓളുണ്ട് സംഭവം. നമ്മളിപ്പോ ഇങ്ങനെ കണ്ടോണ്ട് അറ്റ്ലീസ്റ്റ് ഹെഡ്സെറ്റ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് സംഭവം, വേറെ ലെവലാണ്. അതുപോലെ പാട്ട് എഴുതിയിരിക്കുന്ന അടുത്ത ഒരു സർപ്രൈസ്, അത് വിശ്വസിക്കാനല്ല, ഒരുമാതിരി സൂര്യനെ പൊക്കിയടിച്ച് നമുക്ക് തോന്നുന്നു ശിവകാർത്തികന് സൂര്യ ഫാൻ ആണോ. ഡൗട്ട് ഉണ്ട്. കാരണം എന്താ പറയുക, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ ലൈന് എന്താ വെച്ചാൽ സൂര്യയുടെ യൂത്തിനെ പറ്റിയിട്ടും പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സിംഗം 3 വരെ ഇറങ്ങിയില്ല, 4 പോലെ പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എന്താ പറയാ സൂര്യയുടെ ആ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമ്മള് എഴുതില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കാണുന്ന ലൈൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്ന് ചാടിത്തുള്ളാനായിട്ട് തോന്നുന്ന ഒരു സോങ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഏതെങ്കിലും പാർട്ടീസ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ഈ പാട്ട് എന്തായാലും ഉണ്ടാവും. ഓൾറെഡി പാട്ട് ഹിറ്റായി, ഇന്നലെ മുതലേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പെട്ടെന്ന് വ്യൂസ് വരുന്നത്. എന്താ പറയാ, എത്രയോ മണിക്കൂറിന് 7 മണിക്കൂറിനുള്ളിൽ തന്നെ 1 മില്യൺ 7 മണിക്കൂറിനുള്ള 1 മില്യൺ അടിച്ചിട്ടുള്ള പാട്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കാം. കാരണം ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് സൂര്യയുടെ ഇതുപോലത്തെ ഒരു പാട്ട്, എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. സോ അത് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ അറിയാലോ സൂര്യനെ കുറിച്ച് നമ്മൾ അധികം കുറെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. പാടിയ ആളി നമ്മള് വിട്ടുപോയത് അർമാൻ മാലിക്, ഫേമസ് സിംഗർ. തമിഴനല്ലാന്ന് തോന്നുന്നില്ല, പക്ഷെ എന്നാലും തോന്നുന്നല്ല തമിഴനല്ല, പാടിയിരിക്കുന്ന ഫീമെയിലും തമിഴല്ല. പക്ഷെ എന്നാലും എത്രത്തോളം ഒരു ലൈൻ പാടിയിരിക്കുന്നത് ഇല്ലേ, നമുക്ക് ഒരിക്കലും തോന്നണില്ല തമിഴല്ല പാടിയിരിക്കണെന്നുള്ളത് അല്ലേ. പാടിയ ആള്, പിന്നെ ഇത് എഴുതിയ ആള്, പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ആള്, പിന്നെ അത് കൂടാണ്ട് മ്യൂസിക് ഡെയ്മന്റെ ആ ഒരു ബീറ്റും കൂടി വന്നപ്പോ ഓൾമോസ്റ്റ് കെമിസ്ട്രി. അതെ, പോലീസാണ്. ഇനിയിപ്പോ ഇതിന്റെ വിഷ്വലും കൂടി വന്നു കഴിഞ്ഞാൽ ഗംഭീരായിരിക്കും. കാരണം ജെനി മാസ്റ്റർ ആണ് അതിന്റെ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തേക്കും, ഡാൻസ്. അപ്പൊ എന്തായാലും പൊളിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിട്ട്. ഞാൻ വൃത്തിച്ചു ഇതിന്റെ ലിറിക്കൽ വീഡിയോ അല്ലാണ്ട് ഒറിജിനൽ എന്തായാലും അവരിറക്കില്ല, അതാണ് കാര്യം. എന്തായാലും വീഡിയോ ഇറക്കില്ല. ഇതിനകത്തുള്ള കുറെ സോങ്സ് ഇനിയും എക്സ്പെക്ട് ചെയ്യുന്ന ഇതുപോലെ ഉണ്ടാവുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് പാണ്ഡ്യരാജന്റെ പടമാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഹിറ്റ് അടിച്ചിട്ടുള്ള ഡയറക്ടറാണ്, ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടറാണ്. അപ്പം ശിവകാർത്തികനാണ് കഴിഞ്ഞ പടത്തിൽ അഭിനയിച്ചേക്കുന്നത് നായകനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കണക്ഷനിൽ പാട്ടും കൂടി എഴുതിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പാട്ടും പടവും കാര്യങ്ങളെല്ലാം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.